ഇവിടെ ഇട്ടിട്ടുണ്ട്. നമുക്ക് അല്ലതാ മെഡിക്കൽ എമർജൻസിക്കൊക്കെ പെർമിഷൻ കൊടുക്കുന്നുണ്ടല്ലോ. നമുക്ക് അങ്ങനെയൊന്നും ട്രൈ ചെയ്യാൻ പറ്റത്തില്ലേ? അതിന് സിസ്റ്റേഴ്സിനെ കൊണ്ടൊക്കെ കള്ളം കഴിപ്പിക്കേണ്ടി നടക്കും. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവർക്ക് മനസ്സിലാകത്തില്ലേ? മനസ്സിലാക്കുമായിരിക്കും. ഈ ചാച്ചൻ MLA വഴിയൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അതിപ്പോൾ പറഞ്ഞിട്ട് 4-5 ദിവസമായില്ലേ. ഇന്നലെ സൺഡേ അല്ലായിരുന്നോ? ഇപ്പം ഇന്ന് വല്ലതും അനക്കം ഉണ്ടെങ്കിലേ ഉള്ളൂ. അല്ല ചാച്ചൻ എന്തി? ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ മുതൽ ഇതിൻ്റെ കോളിങ്ങിന് വന്നുകൊണ്ടിരിക്കുമല്ലേ. പാലം കയറി വരുമ്പോൾ ഒരു പള്ളി കാണാം. പള്ളി കടന്നാൽ 3ാമത്തെ റൈറ്റ്. അല്ലല്ല, അത് 2ാമത്തെ റൈറ്റാ. ബോബിയുടെ വീട്. കിഴക്കേ കൊറ്റ വീടൊക്കെ അറിയാമല്ലേ? അത് ശരി. ആ വീട് കഴിഞ്ഞാൽ 50 അടി റൈറ്റ് ഉണ്ട്. അത് കയറി ആദ്യത്തെ വീട്. വലതുവശത്ത്. എന്നാൽ നാളെ കാണാം. ഒന്ന് വിളിച്ചേച്ച് വരണേ. ഡേറ്റ് അങ്ങനെ കൃത്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇനി ഉച്ച കഴിഞ്ഞ് എന്തെങ്കിലും മെയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കക്ഷി വിളിച്ചായിരുന്നു. ഞാൻ നാളെ വരാൻ പറഞ്ഞു. വന്ന് കാണത്തല്ലേ. ഇവനെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതെന്നൊക്കെ അവൻ പറയുന്നത്. എനിക്ക് ഓർമ്മയില്ല. പുറകിലെ ബെഞ്ചിലെ വല്ലതും ഇരുന്നതായിരിക്കും. ഇപ്പോൾ വലിയ ബിൽഡറൊക്കെയാ. നോയിക്കോണേ, ഞാൻ നല്ല അടി കൊടുത്തിട്ടുണ്ടായിരിക്കും ചൂരലിന് പണ്ടേ. ഇവന് ഈ വില്ലായൊക്കെ പണിയുന്ന പരിപാടിയാണ്. യുവമാർക്ക് കൊടുത്താ ഈ മരമൊക്കെ വെട്ടിയിറക്കി ഈ വീട് ഇടിച്ചു ചേർത്തി കുറേ വില്ല പണിയും. വീട് പൊളിക്കുന്നതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. ഇത് പാർക്ക് കൊടുത്താലും ചിലപ്പോൾ പൊളിക്കും. പഴയ വീടല്ലേ. പ്രശ്നം അതല്ല. അടുക്കളയുടെ ചായപ്പിലൊരു ബോഡി കുഴിച്ചിട്ടുണ്ടോ. 10-12 കൊല്ലമായതാ. ഇപ്പം എല്ല് മാത്രമേ കാണത്തുള്ളൂ. എന്നാലും കൊടുക്കുന്നതിന് മുമ്പ് എടുത്ത് കരിച്ചു കളയണം. ഇല്ല റിസ്ക്കാണ്. ബോഡി എന്ന് പറഞ്ഞാൽ ബോഡി എന്ന് പറഞ്ഞാൽ കാപ്പിയ. അവർക്കൊന്നും അറിയത്തില്ല കേട്ടോ. വാ, കാപ്പി കുടിക്കാം. നാളെ വീട് കാണാൻ ആള് വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? സർക്കാരിന്റെ പ്രതിപക്ഷത്തിന്റെ പിന്തുണയെന്നും ശ്രീചിത്രയിലെ ഡോക്ടറുടെ സമ്പർക്ക വലയത്തിൽപ്പെട്ടവരെ കണ്ടെത്താൻ തീവ്ര ശ്രമം. RCCയിലും നിയന്ത്രണങ്ങൾ. കോവിഡ് ബാധിച്ച് ലോകത്താകെ മരണം 7000 കടന്നു. 10 പേരിൽ കൂടുതൽ കൂട്ടം കൂടരുതെന്ന് അമേരിക്കയിൽ നിർദ്ദേശം. ജൂലൈ വരെ കോവിഡ് വ്യാപനം തുടരാൻ സാധ്യതയെന്ന് ഡൊണാൾഡ് ട്രംപ്. പ്രതിരോധത്തിനുള്ള വാക്സിൻ മനുഷ്യരിൽ പരീക്ഷിക്കും.
വിളിച്ചേര്. രോഗം സ്ഥിരീകരിച്ച 24 പേരുടെയും നില തൃപ്തികരമാണ്. 12,470 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. ആൾക്കൂട്ടം ഒഴിവാക്കാനുള്ള നടപടികൾ ആരാധനാലയങ്ങളിലും നടപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എളങ്കാവുങ്ക സൈഡിലെ വീടെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളിൽ പഠിച്ചതാണ്. എനിക്ക് മനസ്സിലായി. ഇതാ ബെന്നിയുടെ അനിയനായിരിക്കും. ചാച്ചൻ ഓർമ്മയില്ലേ ഒരു ബെന്നിയെ എൻ്റെ കൂടെ പഠിച്ചയാ, ചുരുണ്ട മുടിയൊക്കെ ആയിട്ട്. ആഞ്ഞിലി തോപ്പിലോ ആഞ്ഞിലി പറമ്പിലോ ആഞ്ഞിലി വെച്ചൊരു വീട്ടുപേരാ. ആഞ്ഞിലിത്തോപ്പിൽ എബ്രഹാം സാർ ഉണ്ടായിരുന്നു. നാളെ വീട് നോക്കാൻ വരുന്ന ആളില്ലേ, അയാളെ ചാച്ചന് ഓർമ്മയില്ലേ? എനിക്ക് മനസ്സിലായി. എൻ്റെ കൂടെ പഠിച്ച ബെന്നിയുടെ അനിയനാ ബിനു. ആ ശാന്തി ബസ്സിലെ ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടി പോയ ബിൻസി ഇല്ലേ, അവൾ ഇവരുടെ പെങ്ങളാ. മനസ്സിലായി. പക്ഷെ മുഖം ഓർക്കുന്നില്ല. അയ്യോ, കറിയാപ്പില എടുക്കാൻ മറന്നുപോയല്ലോ. ഞാൻ എടുത്തിട്ട് വരാൻ ചേട്ടാ. അല്ലേ വേണ്ട, മോന്തിക്ക് ഇല പറിക്കണ്ട. പറിക്കാനല്ലേ, കറിയാപ്പില എല്ലാം കുഴപ്പമൊന്നുമില്ല. ഇറച്ചേ നീ ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുക, കഴിക്കേ. ചാച്ചാ, ഞാൻ മോടെ മെഡിക്കൽ പേപ്പേഴ്സ് വല്ലതും ഫോണിലുണ്ടോ എന്ന് നോക്കുക. വീസിങ്ങിൻ്റെ ട്രീറ്റ്മെൻറ്റ് വല്ലതും അത് വെച്ച് അപ്ലൈ ചെയ്താലേ മെഡിക്കൽ എമർജൻസിയുടെ പേരിൽ വല്ല പാസും ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. സിസ്റ്റർമാരെ കൊണ്ട് കള്ളം അറിയിപ്പിക്കാതെ. കഴിക്കേ. ഞാനിതൊക്കെ പട്ടികൾ കൊടുത്തേച്ച് ഏറ്റവും അടച്ചേച്ച് വരാം. തരാം എന്താ തരാം. കഴിച്ചേ ചോടല് ഇവിടെയൊക്കെ തന്നെ കാണണം.
നമ്മുടെ സംസ്ഥാനത്ത് 32 പേർക്കാണ് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ആകെ രോഗം ബാധിച്ചവരുടെ എണ്ണം 213 കാസർഗോഡ് 17, കണ്ണൂർ 11, വയനാട്, ഇടുക്കി 2 വീതം. അതിഥി തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി. തൊഴിലാളികളെ പാർപ്പിച്ചിരിക്കുന്നത് അവരെ കൂടുതൽ സൗകര്യപ്രദമായ ഇടത്തേക്ക് താമസിപ്പിക്കണം. തൊഴിലാളികൾക്ക് ഭക്ഷണവും വൈദ്യസഹായവും ഉറപ്പാക്കും. ചാച്ചാ, 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 പിന്നെ അത് പറഞ്ഞത് സത്യമാണോ അതോ എന്നെ പേടിപ്പിക്കാനായിട്ട്? എന്ത്? ആ ബോഡി ഉള്ളതാ. ബോഡി എന്ന് പറഞ്ഞാൽ ആരുടെയാ? അതെങ്ങനെ ഇവിടെ വന്ന്? ഒരു നെറുകെട്ടതിൻ്റെ അഗസ്റ്റിൻ്റെ ഷെർലിയുടെ ആയത്തെ കെട്ടിയ കൊന്നതാണെന്ന് ചോദിച്ചാൽ എൻ്റെ കൈ കൊണ്ട് അത് നടന്നേ. പള്ളിയിൽ അടക്കിയെന്നല്ലേ പറഞ്ഞ്? അതും ശരിയാ. ഷേർലി ഒരു ബോഡി 1.5 വർഷം കഴിഞ്ഞ് തിരിച്ചറിഞ്ഞേ. അവൻ്റെ വീട്ടുകാരും അത് ശരിവെച്ചു. ഞാൻ മറുത്തൊന്നും പറഞ്ഞില്ല. പറയാൻ പറ്റുമോ? ദൈവഹിതവാ. അത് നടക്കുമ്പോൾ മറ്റൊന്നും നിൽക്കുകയല്ല. ഈ കണ്ട കാലം അത്രയും എനിക്ക് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇല്ലേ എന്താ ഞാൻ എടുത്ത് ഇല്ലുകൂടിയാക്കി റബ്ബറിനിട്ടേനെ. ഇപ്പം ഈ വയസ്സാം കാലത്ത് ഒരാവശ്യം വരുമെന്ന് ആര് കണ്ടു? ഇപ്പോൾ റോയ് കൂടെ ഉള്ളതുകൊണ്ട് ഇതങ്ങ് നടക്കും. ആർക്കും ഇഷ്ടമല്ലാത്ത തെറിച്ചൊരുത്ത ചാച്ചന് ഒത്തിരി എതിർപ്പായിരുന്നു. എന്നാലും ഞാൻ അഗസ്റ്റിൻ്റെ കൂടെ തന്നെയാണ് നിന്നത്. അയാളുടെ ഉള്ളറിഞ്ഞത് ഞാൻ മാത്രമേ ഉള്ളൂ. അത്രയ്ക്കും സ്നേഹമായിരുന്നു എനിക്ക് അയാളോട്. റോയ്ച്ചാനും മെലിസയും തമ്മിൽ ഇല്ലാതെ പോയത് അതായിരിക്കും. ആർക്കറിയാം.